ഹലോ എവ്രിവൺ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബേസിക് കൺസെപ്റ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത് എന്താണ് ഇലക്ട്രിക് കറണ്ട്. നമ്മളിത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോണിൻ്റെ ഫ്ലോ, അതായത് കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് നമുക്ക് ഇലക്ട്രിക് കറണ്ടിന് റിസൾട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇലക്ട്രോണിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം, ഒരു ആറ്റത്തിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്, ഓൾസോ ന്യൂട്രോൺസും ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ബിക്കോസ് നമ്മുടെ പോസിറ്റീവ്ലി ചാർജിനെ കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. സോ മെജോറിറ്റി ഓഫ് ദി ഫ്ലോ ഒക്കെ ഡ്യൂ ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺസിനെ വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ റിസൾട്ട് ചെയ്യുന്നത്. സോ ബൈ ഡെഫിനിഷൻ കറണ്ട് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു dQ/dt ആണ്. dQ എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആണ്. അതായത് എലമെൻ്ററി ഇലക്ട്രിക് ചാർജസിൻ്റെ ചേഞ്ചിനെയാണ് നമ്മൾ Q കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓൾസോ ദ ക്യാപിറ്റൽ Q ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ t seconds. That current I is given by the expression I is equal to Q/t. നമുക്കറിയാം, യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൂളോം ആണ്. ഒരു കൂളോം എന്ന് പറയുന്നത് ഈക്വൽ ടു ദി ചാർജ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 6.24 × 10⁸18 പ്രോട്ടോൺസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇത് വൺ വേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് യൂണിറ്റ് ഓഫ് കറണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആംപിയർ. സോ 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കൂളോം പെർ സെക്കൻഡ്. അതും നമുക്ക് ഓർമ്മ വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണെന്നാണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എനർജീസിനാണ്. എനർജി റിക്വയർഡ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എനർജീനെ പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതായത് ഇൻ ഓർഡർ ടു മൂവ് ഇലക്ട്രോൺസ് അലോങ് എ കണ്ടക്ടർ സെയിം എമൗണ്ട് ഓഫ് വർക്ക് ഈസ് റിക്വയർഡ്. അതായത് നമുക്കറിയാം, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എനർജി വേണം. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ ഒരു എനർജി വേണം. ആ എനർജി വേണമെങ്കിൽ ഒരു സം എമൗണ്ട് ഓഫ് വർക്ക് ഡൗൺ അവിടെ ആവശ്യമാണ്. ആ ഒരു വർക്ക് ഡൗൺ നമ്മളെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി ഉണ്ടാവണമെങ്കിൽ അവിടെ സം എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ആണ്. ആ റിക്വയർഡ് ആയ വർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. അതായത് മോട്ടീവ് ഫോഴ്സിന് നമ്മൾ EMF എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദ വർക്ക് റിക്വയർഡ് ഈസ് സപ്ലൈഡ് ബൈ ആൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ എ ബാറ്ററി ഓർ എ സിമിലർ ഡിവൈസ്. നമ്മൾ ഒരു കണ്ടക്ടറിലൂടെ അതായത് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എനർജി റിക്വയർഡ് ആണ്. ആ എനർജി നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു സം എമൗണ്ട് ഓഫ് വർക്ക് ഡണ്ണ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ആ വർക്ക് ഡണ്ണ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാറ്ററിയോ അല്ലെങ്കിൽ ബാറ്ററി പോലുള്ള സിമിലർ ആയിട്ടുള്ള ഡിവൈസ് വഴിയാണ് നമ്മൾ അവിടേക്കുള്ള ആ വർക്ക് കൊടുക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എടുത്തത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ബേസിക് ആയിട്ടുള്ള ബാക്കി കൺസെപ്റ്റൊക്കെ വഴിയേ വരുന്നതായിരിക്കും. MTech പവർ സിസ്റ്റത്തിൻ്റെ മെയിൻ വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസും ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ.